തെരഞ്ഞെടുപ്പ് കാലത്ത് പിള്ളേരിനി മോഡിഫൈ ചെയ്യട്ടെ എന്ന് പറഞ്ഞുള്ള വി.ഡി. സതീശന്റെ റീൽ വലിയ തോതിലായിരുന്നു വൈറലായത്. ആ വൈറൽ റീലെത്തിയത് ശരിക്കും യുവാക്കളുടെ ഹൃദയത്തിലേക്കായിരുന്നു. അങ്ങനെ അവർ അകമഴിഞ്ഞ് സഹായിക്കുകയും ചെയ്തതോടെ വലിയ ഭൂരിപക്ഷത്തിൽ UDF അധികാരത്തിലെത്തി. ഇപ്പോൾ അധികാരത്തിലെത്തിയതോടെ വാക്കുപാലിക്കുകയാണ് വി.ഡി. സതീശൻ സർക്കാർ. വാഹന മോഡിഫിക്കേഷന് അനുമതി നൽകുകയാണ് മോട്ടോർ വാഹന വകുപ്പ്. സ്റ്റിക്കറുകളും ലൈറ്റുകളും പിടിപ്പിക്കുന്നതടക്കം 18 തരം മോഡിഫിക്കേഷൻ അനുവദിക്കുമെന്ന് MVD അറിയിച്ചിട്ടുണ്ട്. സർക്കാരിന്റെ അഭിപ്രായം അറിഞ്ഞതിനു ശേഷമായിരിക്കും വിഷയത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാവുക. വാഹനങ്ങളുടെ നിറം മാറ്റുന്നതിന് പണം അടയ്ക്കുകയും പ്രത്യേക അനുമതിയും വാങ്ങുകയും വേണമെന്ന് അറിയിപ്പിൽ വ്യക്തമാക്കുന്നു. അധിക സ്റ്റിക്കറുകളും ഘടിപ്പിക്കാം. ഇത് സംബന്ധിച്ച് ഗതാഗത കമ്മീഷൻ പഠന റിപ്പോർട്ട് തയ്യാറാക്കി. സീറ്റ് കവർ, ഫ്ലോർ മാറ്റ്, സ്റ്റിയറിംഗ് വീൽ കവർ, ഡാഷ് കാം, റിവേഴ്സ് കാം, പാർക്കിംഗ് സെൻസറുകൾ, GPS ട്രാക്കർ, റൂഫ് കാരിയേഴ്സ് തുടങ്ങി സൺ ഫിലിംസ് വരെയുള്ളവയ്ക്കാണ് മോഡിഫിക്കേഷനുള്ള അനുമതി നൽകാൻ സാധ്യതാ പട്ടികയിലുള്ളത്. മോഡിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് വാഹനപ്രേമികളുടെ ഇടയിൽ വി.ഡി. സതീശന്റെ പ്രഖ്യാപനം വൈറലായിരുന്നു. മോഡിഫിക്കേഷനെ പറ്റിയുള്ള ചോദ്യത്തിന് ഉത്തരം പറയുമ്പോഴായിരുന്നു മുഖ്യമന്ത്രിയുടെ ചിരി സമൂഹമാധ്യമങ്ങളിൽ തരംഗമായത്. അതേസമയം വാഹനങ്ങളുടെ രൂപമാറ്റം അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിന്റെയും സുപ്രീം കോടതിയുടെയും നിയമങ്ങൾ വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. വാഹനങ്ങൾക്ക് രൂപമാറ്റം അനുവദിക്കാനുള്ള അധികാരം കേന്ദ്ര സർക്കാരിനാണ്. കേന്ദ്ര സർക്കാരിന്റെ മോട്ടോർ വാഹന നിയമവും സുപ്രീം കോടതി, ഹൈക്കോടതി ഉത്തരവുകളും വാഹനങ്ങൾ മോഡിഫിക്കേഷൻ ചെയ്യുന്നതിന് എതിരാണ്. റോഡ് സുരക്ഷയെയും പരിസ്ഥിതിയെയും പരിഗണിക്കാതെയുള്ള ഒരിളവും നിയമം അനുവദിക്കില്ലെന്ന് സുപ്രീം കോടതി മുമ്പ് വ്യക്തമാക്കിയതാണ്. വാഹന നിർമ്മാതാക്കൾ അനുവദിക്കുന്ന മോഡിഫിക്കേഷന് അപ്പുറമുള്ള ഒരു രൂപമാറ്റവും അനുവദിക്കാൻ സാധിക്കില്ലെന്നാണ് 1988 മോട്ടോർ വാഹന നിയമം വകുപ്പ് 52 പറയുന്നത്. കേരള മോട്ടോർ വാഹന ചട്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ വാഹനങ്ങളിലെ രൂപമാറ്റത്തിന് അനുമതി നൽകിയ കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് തള്ളി 2019 സുപ്രീം കോടതി പുറപ്പെടുവിച്ച വിധി നിർണായകമാണ്. ഇത് മറികടന്ന് എങ്ങനെ മോഡിഫിക്കേഷൻ സാധ്യമാകുമെന്നാണ് നിയമവിദഗ്ധരുടെ ചോദ്യം. അപകടമുണ്ടായാൽ ഇൻഷുറൻസ് ക്ലെയിം നിഷേധിക്കാനും മോഡിഫിക്കേഷൻ കാരണമാകുമെന്ന് ഈ മേഖലയിലുള്ളവർ പറയുന്നുണ്ട്. മോഡിഫിക്കേഷൻ തടഞ്ഞ 2006 കേരള ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ സർക്കുലർ ചോദ്യം ചെയ്യുന്ന ഹർജിയിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അനുകൂല ഉത്തരവാണ് പുറപ്പെടുവിച്ചത്. ഇതിനെതിരെ മോട്ടോർ വാഹന വകുപ്പ് നൽകിയ അപ്പീലിൽ സുപ്രീം കോടതി പുറപ്പെടുവിച്ച ഉത്തരവ് രൂപമാറ്റത്തെ വിലക്കുന്നതായിരുന്നു. അതേസമയം മോഡിഫിക്കേഷൻ തടഞ്ഞ 2006 കേരള ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ സർക്കുലർ ചോദ്യം ചെയ്യുന്ന ഹർജിയിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അനുകൂല ഉത്തരവാണ് പുറപ്പെടുവിച്ചത്. ഇതിനെതിരെ മോട്ടോർ വാഹന വകുപ്പ് നൽകിയ അപ്പീലിൽ സുപ്രീം കോടതി പുറപ്പെടുവിച്ച ഉത്തരവ് രൂപമാറ്റത്തെ വിലക്കുന്നതായിരുന്നു. കേന്ദ്ര മോട്ടോർ വാഹന നിയമത്തിലെ വകുപ്പ് 52 മറികടക്കുന്ന ചട്ടം സംസ്ഥാനത്തിന് നിർമ്മിക്കാൻ സാധിക്കില്ലെന്നായിരുന്നു അമിക്കസ് ക്യൂറി നൽകിയ റിപ്പോർട്ട്. തുടർന്ന് സുപ്രീം കോടതി കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് റദ്ദാക്കുകയായിരുന്നു. ചെറുപ്പക്കാരെ കയ്യിലെടുക്കാൻ പറഞ്ഞ വാക്ക് ഭരണം കിട്ടിയ ഉടൻ തന്നെ പാലിച്ച വി.ഡി. സതീശൻ സർക്കാരിന്റെ ഈ മാസ് എൻട്രിക്ക് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള കയ്യടിയാണ് ഇപ്പോൾ ലഭിക്കുന്നത്.